എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്നാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരു പേഴ്സണൽ റീഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ഇല്ല കേട്ടോ. നിങ്ങളുടേതായിട്ട് മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കണം. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അപ്പൊ അതിന്റെ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ അതും പറഞ്ഞു തരുമോ കേട്ടോ. ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതാണ്. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ, വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. അത് തന്നില്ലെങ്കിൽ റീഡിങ് എടുക്കും. അത് കിട്ടിയാൽ നന്നായിട്ട് ഒന്നുകൂടി നോക്കാം, നന്നായി നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സ് 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 എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി, എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? നമ്മളിവിടെ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കുറെ പേരുടെയാണ്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഇത് നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിൽ ഇത് ഈ മെസ്സേജസ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെയാണ് കാണുന്നത്. ഇപ്പൊ ചില സംഘടനകളെ ആശയവിനിമയ കഴിവുകൾ, മാനസിക ദൃഢത ഇതൊക്കെ പരീക്ഷിക്കുന്ന ഒരു പുതിയ ഉദ്യമം ആരംഭിക്കാൻ പോകണം എന്നാണ് പറയണത്. ഒരു കോഴ്സിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സിൽ ചേരാനായിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ പോവാനൊക്കെ ഒരുങ്ങുക. പുതിയ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് പറയണത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ പുതിയൊരു ബന്ധത്തിന്റെ തുടക്കം പറയാം. പുതിയൊരു ബന്ധം
ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ പോകുന്നു എന്ന് പറയണേ. അല്ലെങ്കിൽ നിലവിലുള്ള റിലേഷൻഷിപ്പ് തന്നെ, ആ ബന്ധം തന്നെ ഒന്നുകൊണ്ട് വളരെ ദൃഢമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നല്ല സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ പാർട്ണർക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹവും നല്ല അടുപ്പൊക്കെ ഉണ്ടാവുന്ന പറയണ. പുതിയ ആശയങ്ങളും പുതിയ തുടക്കങ്ങളും പുതിയ പദ്ധതികള്, മുന്നേറ്റങ്ങള്, ബുദ്ധിപരമായ കഴിവ്, അങ്ങനെ എല്ലാം നിങ്ങളിൽ എന്തോ പുതിയതായിട്ട് എന്തോ തുടങ്ങാൻ പോകുന്നുണ്ട്. എന്തോ നിങ്ങളെ തുടങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് തുടങ്ങിക്കാണും. അപ്പൊ എല്ലാം പുതിയതായി നിങ്ങളിലേക്ക് വരുന്നു. നല്ലൊരു കാർഡാണത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പുതിയ റിലേഷൻഷിപ്പിലാണെങ്കിലും നല്ലൊരു തുടക്കം വരുന്നു, അല്ലെങ്കിൽ പഴയ തന്നെ ഒന്നും കൂടി നല്ല ദൃഢമായിട്ട് വരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടികളെ പോലെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണെന്നാണ് പറയണത്. നിങ്ങൾ എന്തിന് എഫർട്ട് എടുത്താലും ആ എഫർട്ടിന് നിങ്ങൾക്ക് ഫലം കിട്ടും കേട്ടോ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ എഫർട്ട് എടുക്കുന്നത് അതിന് നിങ്ങൾക്ക് ഫലം കാണും. നിങ്ങളിപ്പോ ബാക്കിൽ നിന്ന് നിങ്ങളെ ആരും എന്ത് പറഞ്ഞാലും, നിങ്ങൾക്ക് ആരെന്തെങ്കിലും ഉപദേശങ്ങൾ തന്നാലും നിങ്ങളത് സ്വീകരിക്കുന്നില്ല. നിങ്ങളിങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ശ്രദ്ധിക്കുന്നില്ല, മറ്റുള്ളവരെന്ത് പറഞ്ഞാലൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തിന്, അങ്ങനെ ആരെയും അനുസരിക്കാതെ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം പോയിക്കൊണ്ടിരിക്കണമെന്നാ പറയണത്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നാ പറയണ കേട്ടോ. ബിസിനസ്സിൽ അങ്ങനെ ജോലിയിലൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടൊക്കെ പഠിച്ച് മറ്റുള്ളവരൊക്കെ ആലോചിച്ചിട്ടൊക്കെ ചെയ്യണം എന്നാ പറഞ്ഞത്. ഒരു നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക്. പുതിയൊരു തുടക്കം വരുന്നു എന്നാണ് പറഞ്ഞത്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ദൈവാനുഗ്രഹം ഉള്ള വ്യക്തികളാണ് നിങ്ങളെ. ചെറിയൊരു എഫർട്ട് എടുത്താൽ പോലും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും എന്നാണ് പറയണത് കേട്ടോ. നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കണം കേട്ടോ. നിങ്ങൾക്ക് പുറമേ നിന്നൊക്കെ നല്ല ഗൈഡൻസ് ഒക്കെ കിട്ടുന്നത് നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. നിങ്ങളെ വീട്ടിലൊക്കെ എല്ലാത്തിൻ്റെയൊക്കെ ടോപ്പായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. നല്ല ഒരു മനസ്സിന്റെ ഉടമയാണ്. കുറച്ചൊരു ഗൗരവം ഉണ്ടെന്നാ പറയുന്നത്. നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയണു. നല്ല പവർഫുൾ പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. നല്ല അടുക്കും ചിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. സ്വന്തം തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെന്നാ പറയണത്. നിങ്ങൾ സത്യസന്ധമായി ഒക്കെ ഏതൊരു കാര്യവും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഒരു ട്രഡീഷണൽ പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ട്രഡീഷണലായ ആചാരങ്ങൾ പിന്തുടരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്നിനും പേടിയൊന്നുമില്ല. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെ വിശ്വസിക്കാവുന്ന ഒരാളാണ്. പിന്നെ കുറച്ച് വളരെ ചുരുക്കം പേർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും പറയുന്നുണ്ട്. എന്താ വെച്ചാ ഒരു മരത്തിൽ തല കീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാർഡാണ് അത് വന്നിരിക്കുന്നത്, ഹാങ്ഡ് മാൻ. അതെന്താണ്, നിങ്ങൾ ആ അവസ്ഥയില് ആണെന്നാണ് പറയണത്. ഒരു മനുഷ്യന് മരത്തില് തല തൂക്കിയിട്ട് കെട്ടിയിട്ട് എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ? ഒരു സമാധാനം ആണ് നിങ്ങൾ ആഗ്രഹിക്കണം എന്നാ പറയണത്. അപ്പൊ ആകെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇത്തിരി അത് കുറച്ചു പേർക്കേ ഉള്ളൂ കേട്ടോ. കുറച്ചു പേർക്ക് അങ്ങനെ, കുറച്ചു പേർക്ക് വളരെ നല്ലതും. അപ്പൊ കുറച്ചു പേർക്ക് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണെന്നാണ് പറയണത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഈഗോ ഒക്കെ കുറച്ച് ഈഗോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറി. സാഹചര്യങ്ങൾ അങ്ങനെ വന്നിട്ട് എല്ലാം പോയി. നിങ്ങള് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നു എന്നാ പറഞ്ഞത്. കുറച്ചു പേർക്കൊക്കെ വളരെ നല്ലതാണ്. റിലേഷൻഷിപ്പിൽ നല്ല ബന്ധം, നല്ല സ്നേഹവും സന്തോഷമൊക്കെ വരാൻ പോകുന്നു പറഞ്ഞു. നല്ലൊരു പുതിയ തുടക്കം വരാൻ പോകണമെന്നാണ്. കുറച്ചു പേർക്ക് റിലേഷൻഷിപ്പിൽ ഒന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ പ്രസന്റ് സിറ്റുവേഷനില്. നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകാത്ത അവസ്ഥ, ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ കുറച്ചു പേർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തോ ഒരു ചെറിയൊരു ശത്രുതയുണ്ട്. ആരോ നിങ്ങൾക്കിട്ട് ചെറിയ ശത്രുത ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വഞ്ചനയാ ചതിയാ നിങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ട്. നിങ്ങൾക്ക് എവിടെന്നോ ഒരു ചെറിയൊരു പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് നടക്കുന്നില്ല. അതിന് കാരണം അതിന്റെ നിങ്ങളുടെ പുറകില് ഒരാള് രഹസ്യമായിട്ട് നിങ്ങള് മറഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ പണികൾ അവിടെ നിന്ന് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തി നിങ്ങളുടെ പുറകിലിരുന്നുകൊണ്ട്, നിങ്ങളെ മറഞ്ഞിരുന്നുകൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കാത്തത്. ഒരു എന്താ നുണകൾ പറയാ, തന്ത്രങ്ങള്, മനസാക്ഷിയില്ലാത്ത പെരുമാറുന്നത്, കളവ് കളവ് പറയാ, നിങ്ങളെ ചതിക്കുക, അങ്ങനെ ചിലർക്ക് എല്ലാവരുടെയെങ്കിലും ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുക, ഒരു ചീറ്റിംഗ് ആണ്, ഒരു ചതിയുണ്ട്. അപ്പൊ അതിന്റെ ഇതില് എന്താ പുറകിൽ ഒരാളുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരാള് പുറകിൽ നിന്ന് ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോലും ഒരു ചതി വന്നിരിക്കുന്നത്. അപ്പൊ അത് മാറ്റി കളയണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങള്, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് അത് മാറ്റി കളയണം കേട്ടോ. എന്നാലും നിങ്ങളുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. ഇപ്പൊ ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലി കിട്ടുന്നില്ല, അടുത്ത് വരും, ഇന്റർവ്യൂ ഒക്കെ അടുത്ത് വന്ന് നിങ്ങൾക്ക് അത് ലാസ്റ്റ് പോകുമ്പോ പോകുന്നു. അപ്പൊ അതെന്താണ് കാരണം? നിങ്ങൾക്കൊരു പണി പുറത്ത് നിന്ന് നിങ്ങളുടെ ബാക്കിൽ ഇരുന്നോണ്ട്, നിങ്ങൾക്ക് മറഞ്ഞിരുന്നോണ്ട് ഒരാള് നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാത്തത്. അപ്പൊ അതെന്താണെന്ന് നോക്കിയിട്ട് അതൊന്ന് അതിന്റെ പരിഹാരങ്ങൾ ചെയ്ത് അതൊക്കെ ഒഴിവാക്കി കളഞ്ഞാല് നിങ്ങൾക്ക് ജോലിയുടെ ആയാലും ഇപ്പൊ എന്ത് കാര്യങ്ങളും നിങ്ങളുടെ എന്ത് കാര്യം ഇപ്പൊ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയണത്. പിന്നെ എന്താണ് ഒരു കുറച്ചൊക്കെ പേർക്കൊക്കെ ഒരു കാലഘട്ടത്തിന്റെ അവസാനം ആണ് കാണിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അത് അവസാനിച്ചു. ഒപ്പം തന്നെ നല്ലൊരു കാലഘട്ടത്തിന്റെ തുടക്കം. അത് ആദ്യത്തെ കുറച്ചു പേർക്ക് നല്ലതാണ് പറഞ്ഞത്, കുറച്ചു പേർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് കാണുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. നിങ്ങളുടേതായിട്ട് പേഴ്സണൽ എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ട് മാത്രം വരും. അപ്പൊ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു തരണം. ആ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീരാൻ പോകുന്നു എന്നാണ് പറയണത്. ഒപ്പം തന്നെ നല്ലൊരു കാലഘട്ടത്തിന് നല്ലൊരു തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെന്താ, ഇനിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും തകർച്ച അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തകർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇനി നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നാ പറഞ്ഞത്. അതിന് പ്രതീക്ഷയോടെ കാത്തിരിക്കൂ നിങ്ങളെ. നിങ്ങൾക്ക് നല്ലൊരു അവസരം, നല്ലൊരു ബന്ധം ഒക്കെ ഇപ്പൊ പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ജോലി പോവേ, അല്ലെങ്കിൽ നല്ല ബന്ധം പോവാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം. അത് സാരമില്ല, ഇനി അതെല്ലാം നല്ലത് കിട്ടും കേട്ടോ. ഇനി നല്ലൊരു തുടക്കാണ് നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ എന്താ, നിങ്ങള് ഇനി കുറച്ചു പേർക്കൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന, നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ സമാധാനത്തിലേക്ക്, ഐക്യത്തിലേക്കോ ഒക്കെ വിജയത്തിലേക്കൊക്കെ നീങ്ങുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടുള്ളൊരു സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി മികച്ച ഭാവിയിലേക്ക് നിങ്ങൾ പോകും എന്നാണ് പറയുന്നത്. ഏതോ ഒരു ചെറിയൊരു യാത്രയ്ക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു വിദേശ യാത്ര പറയുന്നുണ്ട്, കുടുംബത്തോടൊപ്പോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ, അങ്ങനെ ഒരു വിദേശ യാത്ര പറയുന്നുണ്ട്. നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കത് സാധിക്കും എന്നാണ് പറയണത്. എന്ത് പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നാ പറയണത് നിങ്ങൾക്ക് കേട്ടോ. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ആശ്വാസവും സ്ഥിരതയും രക്ഷപ്പെടലും എല്ലാം പലായനം ചെയ്യുക, അന്താരാഷ്ട്ര യാത്രകൾ ചെയ്യാം. നിങ്ങൾക്ക് ഇനി രോഗശാന്തി വരാ, പുരോഗതി, നല്ലൊരു മുന്നോട്ടിരിക്കുന്ന നല്ല പുരോഗതിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ജീവിതത്തിലേക്ക് നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു. നിലവിലെ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരമുണ്ട്. നിങ്ങൾക്ക് എന്തൊരു യാത്ര തടസ്സങ്ങൾ മറികടക്കാം, വേദനയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. നല്ലൊരു ഇതാണ് നിങ്ങൾക്ക് ഇനി നല്ലതാണ് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രകൃതിനെയൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണെന്നാണ് പറയുന്നത്.
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി സന്തോഷവും സമാധാനം വിജയമൊക്കെ വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറത്തേക്ക് നല്ല ശാന്തത പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. എത്ര ദുഃഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഒതുക്കും, പുറമേക്ക് വളരെ ശാന്തത അങ്ങനെ പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ്. നല്ല ദയയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല അലിവുള്ള സ്നേഹമുള്ള നല്ലൊരു മനസ്സുള്ള ഒരു പങ്കാളി ഉണ്ടാവുന്ന പറയണത് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലൊക്കെ കേൾക്കുന്ന ഒരു പങ്കാളി ഉണ്ടാവുന്ന പറഞ്ഞേക്കണത്. ഇത് പിന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനാ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവുന്നതാണ് പറയണത് കേട്ടോ. മറ്റുള്ളവരൊക്കെ എന്താ പറയാ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പല കഴിവുകളും നിങ്ങളിലുണ്ട്. സമൂഹത്തിൽ തന്നെ പല നല്ല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന പറയണത്. ഈശ്വരാനുഗ്രഹം നന്നായിട്ടുണ്ടെന്നാണ് കേട്ടോ പറയണേ. വളരെ ധൈര്യശാലികളാണ്, വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങൾ ശരിയായ വഴിയിലൂടെ പോയാൽ, നിങ്ങൾ മുന്നോട്ട് പോയാൽ വളരെ അതേ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ് പറയുന്നത്. നിങ്ങൾക്ക് അധികം ഒന്നിനധികം ഭയം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ആരും നിങ്ങളെ ഭരിക്കാൻ വരുന്നതൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയല്ല നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സക്സസും എല്ലാ വിജയവും നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു രാജാവിന്റെ ഒരു അധികാരം നിങ്ങൾക്ക് ഉണ്ടാവുന്ന പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിന് അത് യെസ് വേണം. അത് എന്തെങ്കിലും നടക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഐശ്വര്യവും സെലിബ്രേഷനും ഒക്കെയാണ് വരാൻ പോകുന്നത്. ഇപ്പൊ വിവാഹം നോക്കുന്നവർക്ക്, വിവാഹം ആലോചിച്ച് നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് അവർക്ക് വിവാഹത്തിനൊക്കെ സമയമായി എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യലായിട്ട് നല്ല ഗ്രോത്ത് ഉള്ള ഒരു സമയമാണെന്നാണ് പറയണത്. നല്ല റിലേഷൻഷിപ്പാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവുന്നതാണ് പറയണത്. നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്ന് പറയുന്നു. വളരെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അത്രയും നിങ്ങളെ കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയണത് കേട്ടോ. പിന്നെ എന്താണ് സോഴ്സ്, നിങ്ങൾ നല്ല ശക്തമായ ആദർശവാദിയായ വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. നല്ല കുലീനയും ഗൗരവക്കാരിയൊക്കെ ഒരു വ്യക്തി. ഇപ്പൊ ചിലവര് കുറച്ചു പേർക്ക് ബുദ്ധിമുട്ട്, കുറച്ചു പേർക്ക് വളരെ നല്ലതും പറഞ്ഞു. കുറച്ച് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്നാ പറയണത്. അല്ലെ ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. നിങ്ങളുടെ കഴിവിൽ തന്നെ നിങ്ങൾ വളരെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നല്ല പക്വതയുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ. നിങ്ങള് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളെ വിളിക്കുന്ന ഒരു ദേവി, ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഒപ്പമുണ്ടെന്നാണ് പറയുന്നത്. എന്തിനാണ്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, പുതിയ ജീവിതമൊക്കെ നേടിത്തരുന്നത്, നിങ്ങൾക്ക് നല്ലത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങളെ നേർവഴിക്കൽ നടത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടൊരു ശക്തി നിങ്ങളുടെ ഒപ്പമുണ്ടത്, ഒരു ദേവി നിങ്ങൾക്ക് ഒപ്പമുണ്ടെന്നാണ് പറയണത് കേട്ടോ. അപ്പൊ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പഴയ ഒരു കാലഘട്ടത്തിന്റെ അവസാനം കഴിഞ്ഞു. നിങ്ങളുടെ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു കാലം വരുന്നു എന്നാണ് പറയണത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങള് നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ന്യൂ ബിഗിനിങ് പറയുന്നു. ലൈഫിലൊരു പഴയ കാലഘട്ടം കഴിഞ്ഞു, ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിച്ചു കഴിഞ്ഞു. ഇനി നല്ലൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു പുതിയ വഴി തുറക്കാൻ പോകണമെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ലെങ്കിൽ അപ്പൊ അവര് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയണത്. നിങ്ങളുടെ ജീവിതം ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയണത് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് കഴിയുന്ന വ്യക്തികളാണ് നിങ്ങളെ. മറ്റുള്ള ഒരാളിൽ ആശ്രയിക്കാതെ തന്നെ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്നാണ് പറയണത്.
എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. നല്ല സന്തോഷമായ ജീവിതമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ആഡംബരമായി ജീവിക്കാനും നല്ല സമ്പത്തും പിന്നെന്താ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നാണ് പറയണത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ആണെങ്കിൽ നല്ലൊരു സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ സത്യസന്ധമായ സത്യസന്ധമായ ആൾക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കുറച്ച് പ്രായമായിട്ട് സ്നേഹിക്കുന്നവരുടെ ഒരു പ്രണയം അങ്ങനെ പ്രണയിക്കുന്നവരിത് കാണുന്നുണ്ടെന്നാണ് പറയണത്. കുട്ടികളല്ല, ചെറിയ കുട്ടികളല്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് വേറൊരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരിത് കാണുന്നുണ്ടെന്നാണ് പറയണത്. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പൊ അത് ലാസ്റ്റ് വരെയൊക്കെയുള്ള ഒരു പ്രണയമാണെന്നാണ് പറയണത്. അവസാന സമയം വരെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രണയം അതുണ്ടെന്നാണ് പറയണത്. അങ്ങനെയുള്ളവർ ഇത് കാണുന്നുണ്ടെന്നാണ് പറയണത് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം.